എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വീട്ടിലും അവല് കാണും, റവ കാണും. അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അതിന് വേണ്ടി ഒരു ഫില്ലിങ്ങും തയ്യാറാക്കണം. അത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതാ ആദ്യം ഉപ്പ് ചേർത്ത് റവയും അവലും നന്നായി കുഴയ്ക്കുക. കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴയ്ക്കുക. ഇതാണ് പാകം. വെള്ളം കുറവ് മതി, കാരണം ഇത് എണ്ണയിൽ വറക്കുന്നത്, അപ്പോൾ അധികം എണ്ണ കുടിക്കാതെ എടുക്കാൻ വേണ്ടി. പിന്നെ റവ ആയതുകൊണ്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്ക് റവ ഒന്ന് കുറച്ച് വെള്ളം അബ്സോർവ് ചെയ്തെടുത്തോളും കേട്ടോ. ഇതാ കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ പാകം. മൂടി നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് നല്ല കട്ടൻ ചായയുടെ കൂടെ ഇത് ഞാൻ 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് ലൈറ്റായിട്ടും ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ആ ചൂടോടുകൂടി കഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുക. അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ചായിട്ട് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങി പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്തിരിക്കണം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർത്തോളൂ. പിന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് ചൂടാറാൻ വെക്കുക. എന്നിട്ട് ഉരുട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ. വെള്ളമൊന്നും അധികം ഡ്രൈ ആയിട്ട് എടുത്താൽ മതി. എന്നിട്ടിത് നോക്കിക്കോളൂ, ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അമ്മമാർക്ക് ഇത് അറിയായിരിക്കും. എന്നാലും എൻ്റെ രീതിയിലൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്ര സിമ്പിളാണെന്ന് പറയുന്നത്. എല്ലാ വീടുകളിലും ഒന്നുമില്ലെങ്കിൽ സവാളയെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെ ക്യാബേജോ അങ്ങനെ നിങ്ങൾക്ക് മാറ്റിയൊക്കെ എടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങൊക്കെ ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉണ്ടല്ലോ മീഡിയത്തിൽ വെച്ച് ചെയ്യാം. ഇത് റവ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അവലും റവയല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. പിന്നെ ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, അളവുകളും കാര്യങ്ങളൊക്കെ. ഇത്രയും ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. എല്ലാവരും എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അതോടൊപ്പം മല്ലിച്ചപ്പിന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ പേര് കണ്ടാൽ മാത്രമേ എനിക്ക് വേറെ നല്ല നല്ല കുറേ വിഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. മല്ലിച്ചപ്പിൻ്റെ കുറച്ച് വ്യത്യാസമുള്ളതാണ്, കാരണം കൂടുതൽ ഹെൽത്തിയും ഇതൊക്കെ. കഴിയുന്നത്ര മൈദയൊക്കെ കുറച്ചേ ഞാൻ കാണിക്കണേ. എന്നാലും ജ്യൂസുകളൊക്കെ ഒത്തിരി ഇട്ടുണ്ട്. വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ സാധാരണക്കാർക്ക്, നമ്മുടെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഡിഫറൻ്റായ പല വെറൈറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഓണസദ്യയുള്ള വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ടിട്ടുള്ളെങ്കിലും എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലാണ്. മിക്ക വിഭവങ്ങളും കുക്കറിൽ ചെയ്യാവുന്നതായിട്ട് ഇട്ടേക്കണത്. ഇപ്പോൾ ഈ കുക്കിംഗ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചോറ് വരെ കുക്കറിൽ ചെയ്യാൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ ഞാൻ തുടങ്ങിയ സമയമുണ്ട്. ചില എഡിറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ അത് തന്നെയെല്ലാം എടുക്കുന്നതിലൊക്കെ എനിക്ക് അത്ര പരിചയമായി വന്നിട്ടുണ്ടായുള്ളൂ. അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടുക. എന്നാലേ എനിക്കും എൻ്റെ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുക, എന്നിട്ട് ഉണ്ടാക്കി കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.